ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പ്രഹസ്തൻ തുടർന്നു, മഹാപ്രഭോ, അതിസമർത്ഥരായ അമാത്യന്മാരോടുകൂടി ഈ കാര്യങ്ങളെല്ലാം തന്നെ നാം മുമ്പ് തന്നെ ആലോചിച്ചതാണല്ലോ. അന്ന് പല വാദപ്രതിവാദങ്ങളും നടക്കുകയും ചെയ്തു. വൈദേഹിയെ കൊടുത്താൽ നമുക്ക് നന്മയുണ്ടാകുമെന്ന് ഞാൻ അന്ന് പറയുകയും ചെയ്തു. ഇല്ലെങ്കിൽ യുദ്ധമാണെന്നും അതുപോലെ തന്നെ നാം കാണുകയും ചെയ്തു. ഏതു കാലത്തും അവിടുന്ന് എന്നെ സന്ദർഭത്തിനനുസരിച്ച് ശ്ലാഘിച്ചു. പലതരത്തിലുള്ള സമ്മാനങ്ങൾ തന്നു, അനേക വിധത്തിൽ സാന്ത്വനപ്പെടുത്തി. ഇങ്ങനെ എപ്പോഴും അവിടുന്ന് സസന്തോഷം മാനിച്ചുകൊണ്ട് ജീവിച്ച ഞാൻ തക്ക സമയം വന്നാൽ പ്രിയം ചെയ്യാതിരിക്കുമോ? അവിടുത്തേക്ക് വേണ്ടി ഇഷ്ടമേതെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്ന എനിക്ക് എൻ്റെ ജീവനെയോ പുത്രഭാര്യാദി കുടുംബങ്ങളെയോ കാക്കണമെന്ന ആഗ്രഹം തന്നെ യഥാർത്ഥത്തിൽ തോന്നുന്നില്ല. അവരെയെല്ലാം യഥാസുഖം കാത്തുരക്ഷിക്കുവാൻ അവിടുന്ന് തയ്യാറാണെന്നറിയാം. ഞങ്ങളുടെ കൺകണ്ട ദൈവമായ അവിടുത്തേക്ക് വേണ്ടി യുദ്ധത്തിൽ ജീവൻ ഹോമിക്കുന്നത് അവിടുന്ന് കാണുക. സ്വാമിയോട് ഇത്രയും പറഞ്ഞ പ്രഹസ്തൻ മുന്നിൽ നിൽക്കുന്ന ഉപസേനാനാഥന്മാരോട് ആജ്ഞാപിച്ചു, ഉജ്ജ്വല പരാക്രമികളായ ഒരു രാക്ഷസപ്പടയെ അതിവേഗം കൊണ്ടുവരിക. വജ്രതുല്യങ്ങളായ എൻ്റെ അസ്ത്രങ്ങളാൽ ജീവനറ്റു വീഴുന്ന വാനര ജഡങ്ങളിൽ മാംസഭക്ഷകരായ പക്ഷികൾ സംതൃപ്തരായി തീരട്ടെ. സർവസൈന്യാധിപന്റെ നിർദ്ദേശം കേട്ട ഉപസേനാധിപതികൾ രാക്ഷസ ആകാരത്തിൽ അതിശക്തമായൊരു സേനയെ സജ്ജീകരിച്ചു. മാതംഗതുല്യരും മായാവികളുമായ രാക്ഷസന്മാരാൽ ലങ്കാനഗരി നിറഞ്ഞു. അതിതീക്ഷ്ണങ്ങളായ ആയുധങ്ങൾ എല്ലാവരും എടുത്തു. പ്രഹസ്തൻ അഗ്നിഹോമാദികൾ ചെയ്തു. വിപ്രന്മാരെ പൂജിച്ച് വന്ദിച്ചു. മന്ദമാരുതൻ നെയ്യിൻ്റെ സുഗന്ധത്തോടെ വീശി. മന്ത്രങ്ങൾ ജപിച്ച മലർമാലകൾ ബ്രാഹ്മണന്മാരിൽ നിന്ന് സാദരം വാങ്ങി കഴുത്തിലിട്ട് സന്തുഷ്ടനായി. യുദ്ധത്തിന് അവർ ഒരുങ്ങി. പോർച്ചട്ടകൾ അണിഞ്ഞു. ഉഗ്രചാപങ്ങൾ എടുത്തു. പ്രഹസ്ത സമീപത്തിൽ വന്നു നിന്നു. എല്ലാവരും പ്രഹസ്തനെ മുൻനിർത്തി സ്വാമിയായ രാവണനെ അഭിവാദ്യം ചെയ്തു. രാജരാജനായ ദശവദനന്റെ അനുഗ്രഹാശിസ്സുകളോടെ പ്രഹസ്തൻ പുറപ്പെട്ടു. പെരുമ്പറനാഥം ഘോരമായി മുഴങ്ങി. കനകനിർമ്മിതമായ ദിവ്യരഥം ചന്ദ്രസൂര്യന്മാരെ പോലെ ഉജ്ജ്വലകാന്തി ചിന്നി. സർപ്പാങ്കിതമായ കൊടിക്കൂറകൾ പാറിക്കളിച്ചു. കനത്ത കാർക്കൊണ്ടലിൻ നാദമുള്ളതും തങ്കമാതുരുകൾ ഉള്ളതും വായുവേഗങ്ങളുള്ള കുതിരകളെ പൂട്ടിയതും നല്ല മറയും ഉറപ്പും ഭംഗിയുമുള്ള ചക്രങ്ങളുള്ളതും അതിസമർത്ഥനായ സൂതൻ കടിഞ്ഞാൻ പിടിച്ചതും ദുർദർശവുമായ തേരിലേക്ക് രാവണശാസന അനുസരിച്ച് പ്രഹസ്തൻ കയറി. വൻ പടയാൽ ആവൃതനായ രാക്ഷസേന്ദ്രൻ നഗരിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. ദിക്കുകൾ എങ്ങും നിറയത്തക്ക ഇടിനാദം പോലെയുള്ള ഭേരീഘോഷം, ശംഖനാദത്തോടിട ചേർന്ന മറ്റു വാദ്യങ്ങളുടെ ഉഗ്രസ്വനം ഇവയോടുകൂടിയ നിശാചര പ്രമുഖന്മാർ മുന്നിൽ നടന്നു. ഉദ്ധതന്മാരും ഭീമരൂപികളുമായ അമാത്യന്മാർ നരാന്തകൻ, കുംഭഹനു, മഹാനാഥൻ, സമുന്നതൻ എന്നീ അനൽപ കെൽപ്പാർന്നവർ പ്രഹസ്തനെ ചുറ്റി സർവരക്ഷയും ഏകിക്കൊണ്ട് ഒപ്പമുണ്ട്. മഹാസാഗരത്തിൻ്റെ ഇരമ്പം പോലെ സൈന്യ കോലാഹലം ഉയർന്നു. ആനക്കൂട്ടങ്ങളെപ്പോലെ പടകളാൽ ആവൃതനായ പ്രഹസ്തൻ ഉജ്ജ്വല പോർച്ചട്ടയേന്തി യുഗാന്തകാലത്തിലെ അന്തകനെ പോലെ കിഴക്കേ കോട്ടവാതിൽക്കൽ എത്തി. പ്രഹസ്തന്റെ യാത്രാഘോഷത്തിൽ അരക്കന്മാരുടെ ആർപ്പുകൊണ്ടും പലവിധ വാദ്യഘോഷം കൊണ്ടും ലങ്കയിലെ സർവ്വജീവികളും വികൃത ശബ്ദങ്ങളുണ്ടാക്കി. മേഘങ്ങൾ ഒന്നുമില്ലാത്ത അമ്പരതലത്തിൽ മാംസരക്തഭക്ഷകരായ പക്ഷികൾ പ്രഹസ്തന്റെ തേരിനെ വലം വെച്ച് പറന്നു. തീജ്വാല ഛർദ്ദിച്ചുകൊണ്ട് കുറുക്കന്മാർ ഉഗ്രമായി ഓരിയിട്ടു. കൊള്ളിമീൻ ചാട്ടം ആകാശത്തിൽ നിന്ന് അടിക്കടി ഉണ്ടായി. കാറ്റ് അതിപരുഷമായി വീശിത്തുടങ്ങി. ഗ്രഹങ്ങളിൽ ഒളികെട്ട് തമ്മിൽ പിണങ്ങി. രാക്ഷസ സർവ്വസൈന്യാധിപന്റെ തേരിൻ മുകളിൽ രൂക്ഷനാദത്തോടെ രുതിരം വർഷിച്ചു. പ്രഹസ്ത അമാത്യന്മാരും മുന്നിൽ നടക്കുന്നവരും നനഞ്ഞു. തേരിൻ ധ്വജമുകളിൽ തെക്കോട്ട് തിരിഞ്ഞ് 2 കഴുകന്മാർ ഇരുന്നു. പരസ്പരം കൊത്തുന്ന അവർ പ്രഹസ്തന്റെ തേജസ് തന്നെ അപഹരിച്ചതുപോലെയായി. മഹായുദ്ധങ്ങളിൽ അനേകം പ്രാവശ്യം പോയിട്ടുള്ള സൂതന്റെ കയ്യിൽ നിന്ന് ചമ്മട്ടി പെട്ടെന്ന് ഊർന്നു വീണു. അശ്വപാലനത്തിലും തെളിക്കുന്നതിലും അതീവ സമർത്ഥനാണ് ആ സാരഥി. അവനിൽ അത്ഭുതപൂർവമായ ശ്രീ പെട്ടെന്നുണ്ടായി. ഉടനെ അണയുകയും ചെയ്തു. നിരന്ന സ്ഥലത്തുകൂടി ഓടുന്ന അശ്വങ്ങളുടെ കാൽ ഇടറി. പൗരുഷത്താലും ബലത്താലും വിഖ്യാതനായ പ്രഹസ്തനോടൊന്നിച്ച് വരുന്ന
വൻപടയെ കണ്ട വാനരയൂഥവന്മാർ പാഞ്ഞേറ്റു. മരങ്ങൾ പറിക്കുന്നതിൻ്റെയും വൻ കല്ലുകൾ എടുക്കുന്നതിൻ്റെയും കൂടി ചേർന്നൊരു നിസ്വനം കവികളിൽ നിന്ന് ഉയർന്നു. അരക്കന്മാർ അലറി, കവികളിൽ കൂക്കിയാർത്തു. സന്തുഷ്ടമനസ്കരായ വാനരന്മാരും നിശാചരന്മാരും കേൾപ്പേറുന്ന മിടുക്കന്മാർ അന്യോന്യ വധകാംക്ഷികൾ അവരുടെ പോർവിളിനാദം പെരുകി പെരുകി ദിഗന്ധങ്ങളിൽ അലയടിച്ചു. നക്തഞ്ചര സർവ്വസൈന്യാധിപനായ പ്രഹസ്തൻ വാനരസേനാനായകനായ നീലനെ വിജയിക്കുവാനുള്ള ദുരാഗ്രഹത്തോടെ അതിവേഗത്തിൽ രണാങ്കണത്തിലെത്തി. അഗ്നികുണ്ഡലത്തിലേക്ക് അടുക്കുന്ന ഈയാമ്പാറ്റകൾ പോലെ കവിസൈന്യം കിഴക്കേ കോട്ടവാതിൽക്കൽ കടന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.